ഒത്തിരി സൈക്കോളജിസ്റ്റ് ഉണ്ട് അല്ലേ, ഒത്തിരി പേരുണ്ട്. ആൻഡ് സിസ്റ്റർ ഒരു സന്യാസിനിയാണ്. ഈ സന്യാസിനിയുടെ വസ്ത്രം ഈ മനസ്സുകളെ കാണാനും കേൾക്കാനും അവർക്ക് ആശ്വാസമാകാനും എത്രമാത്രം ഉപകരിക്കുന്നുണ്ട്. ഞാനൊരു അൽമായനാണ്, സിസ്റ്റർ ഒരു സന്യാസിനിയാണ്. എന്തുകൊണ്ട് സന്യാസിനിയായ ഒരു സൈക്കോളജിസ്റ്റ്? അതായത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോകമേക തറവാട്. ഇപ്പം ഞാൻ കെവിനെ കാണുന്നത് എൻ്റെ ഒരു ബ്രദറാ അല്ലേ, എൻ്റെ ഒരു കുഞ്ഞനിയൻ അല്ലെങ്കിൽ ഒരു മോനാണ്. തീർച്ചയായിട്ടും മോനാവാനുള്ള പ്രായമുണ്ട്. 38 വർഷം കഴിഞ്ഞു, 40ാമത്തെ വർഷത്തിലേക്ക്, 39 കഴിഞ്ഞു, 40ാമത്തെ വർഷത്തിലേക്ക് ഞാൻ പോണേ വ്രതം ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഒരു കുടുംബം വേദനിക്കാന്ന് പറഞ്ഞാൽ അത് എൻ്റെ കുടുംബമായിട്ട് എനിക്ക് കാണാൻ പറ്റും. എനിക്ക് സ്വന്തം കുടുംബം ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരു 5-8 മാസം മുമ്പ് കൗൺസിലിങ്ങിന് ഒരു പെൺകുട്ടി വരികയാണ് എൻ്റെ അടുത്ത്. അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവളുടെ പ്രശ്നം ഇതാണ്, അവളുടെ അപ്പൻ ഒരു ആക്സിഡൻറ്റ് പറ്റി, അപ്പന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അവളുടെ ആങ്ങള ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഓർമ്മ പോയി സ്ഥിരബോധമില്ലാത്തൊരവസ്ഥയിലേക്കായി. ഇവൾ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു. ഭർത്താവിന് ഡ്രൈവറാണ്, വേണ്ടത്ര ജോലിയൊന്നും കാര്യമായിട്ടില്ല, ഒരു വീട് കൊണ്ടെടുക്കാനുള്ള സാമ്പത്തിക, അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അപ്പോൾ ഇവൾ 3ാമത് പ്രഗ്നൻ്റായി. എന്ന് വെച്ചാൽ മൂത്ത കുട്ടിക്ക് 6 വയസ്സ്, രണ്ടാമത്തെ കുട്ടിക്ക് 3 വയസ്സ്, 2 വയസ്സ്, 3ാമത്തെ പ്രഗ്നൻ്റായി. ഇവൾക്ക് ഈ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവളെ കൗൺസിലിങ്ങിന് ആരോ പറഞ്ഞു, റോസസിൻ്റെ അടുത്ത് പോകും, കൗൺസിലിങ്ങിന് പോകും. അപ്പോൾ അവളത് അക്സെപ്റ്റ് ചെയ്യാൻ രീതിയിൽ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഈ കുട്ടി പൊട്ടിക്കരയാണ്. സിസ്റ്റർ 2ാമത്തെ ഡെലിവറി നടത്തിയ സിസേറിയനാണ്, 2ഉം സിസേറിയനാണ്, എന്തോ കോംപ്ലിക്കേഷനുള്ള കുട്ടിയാണ്. അപ്പോൾ ഇനി ഒരു ഡെലിവറി എടുക്കാനുള്ള കാശ് എൻ്റെ വീട്ടിലും ഇല്ല, എൻ്റെ ഭർത്താവിനും ഇല്ല. അപ്പോൾ എനിക്ക് ഇനി ഞാൻ ഈ 10 മാസം ഞാൻ ജോലിക്ക് പോകാണ്ടിരിക്കണ്ടേ? ഞാനും എൻ്റെ ഭർത്താവും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ കുടുംബവും അവൻ്റെ കുടുംബവും ഒരുമിച്ച് കഴിയണം. അപ്പോൾ ഇനി ഒരു ഡെലിവറിക്ക് എനിക്ക് പറ്റില്ല സിസ്റ്റർ, ഞാനിത് അബോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതാണ് അവളുടെ സ്റ്റാൻഡ്. ടോട്ടലി ഡിപ്രസ്ഡ്, ടോട്ടലി സ്കാറ്റേഡ്. അവളുടെ ഷൂസിൽ ഞാനും 5 മിനിറ്റ് ഒന്ന് നിന്ന് നോക്കി. എൻ്റെ അമ്മയെ, എനിക്ക് വിഷമമായിട്ട് പാടില്ല, എനിക്ക് പറ്റണില്ല ഇത് അക്സെപ്റ്റ് ചെയ്യാൻ, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പം ഞാൻ ഈ കൊച്ചിനോട് നീ അബോർട്ട് ചെയ്യല്ലേ എന്ന് പറയണമെങ്കിൽ വേറൊരു വഴിയും കൂടി അവൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും വേണം. എന്നെ അത് വല്ലാതെ വിഷമിപ്പിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, മോളെ, ഇതിപ്പോൾ എനിക്ക് 5ാമത്തെ കുഞ്ഞാട്ടാ ഈ ടൈപ്പ്. ഞാൻ പറഞ്ഞത്, മോളെ, നീ എനിക്ക് വേണ്ടി ആ കുഞ്ഞിനെ വളർത്തണം, എനിക്ക് വേണ്ടി ഞാൻ വാടകയ്ക്ക് എടുത്തേക്കാണ് നിൻ്റെ ഗർഭപാത്രം. ഞാൻ എന്ന് പറയുന്നത് കർത്താവ് വാടകയ്ക്ക് എടുത്തേക്കാണ്. ഞാൻ ആരാണ്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയാണ്, കർത്താവിൻ്റെ ആളാണ്. അപ്പോൾ ആ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് വേണ്ടി വളർത്തണം, ഈശോയ്ക്ക് വേണ്ടി വളർത്തണം. അതിന് എന്ത് സപ്പോർട്ടും ഞാൻ മരിച്ചില്ലെങ്കിൽ എൻ്റെ പൊന്നുമോക്ക് ഞാൻ തരും. ഇവളങ്ങ് പൊട്ടിക്കരഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവൾ കരയാണ്. മിനിഞ്ഞാന്ന്, അതായത് ഞാൻ ഇങ്ങോട്ട് വരണേ ഇന്നലെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മിനിഞ്ഞാന്ന് രാവിലെ ഈ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോസ് സിസ്റ്റർ സമയം പൂർത്തിയായി. 2-3 പ്രാവശ്യം അന്ന് വന്നു, പിന്നെ വന്നിട്ടില്ല കൗൺസിലിങ്ങിന്, കൊറോണയ്ക്ക് ആയാലും. സമയം പൂർത്തിയായി, ഈ 21-ാം തീയതി അഡ്മിറ്റ് ചെയ്യണം. കൊച്ചു വിളിച്ചു. ഞാൻ അപ്പോഴേക്കും പലരോടും ചോദിച്ച് പറിച്ച് വാങ്ങിച്ച് ഒരു 10,000 രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള മട്ടിൽ 10,000 രൂപ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. എല്ലാ കാര്യങ്ങൾക്കും, തമ്പുരാൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് സാമ്പത്തികം ഒരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ കയ്യിൽ വല്ലതുണ്ടോ മോനെ? ഒന്നുമില്ല. വല്ലതുണ്ടോ? ഒന്നുമില്ല. 5ൻ്റെ പൈസയില്ല. പക്ഷേ ഞങ്ങൾ സമ്പന്നരാണ്.